വൈഫ് കേരളമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ തന്നെ ഒരു 10-20 വർഷത്തോളം ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നാട്ടിലായാലും ഗൾഫിലായാലും ഷിപ്പിലായാലും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയും നാളും ചെയ്തത് ഒന്നുമല്ല. ഇവിടുത്തെ UK ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ മാത്രമേ UK വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിൽ വന്നതാണ്. ഇപ്പോൾ ഈ സമയത്ത് സ്വപ്നയും ജിതിനെയും നമുക്ക് കാണാൻ പറ്റി. നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ്. നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇപ്പോൾ UK വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചവരാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ UK വന്നു കഴിഞ്ഞാൽ ആ മേഖലയിൽ ജോലി ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ ആ ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടും എക്സ്പീരിയൻസും ഉള്ളവർക്കാണ് ഇത്തരം സാധ്യതകളുള്ളത്. പിന്നെ UK വന്നതിന് ശേഷം UK ക്വാളിഫിക്കേഷനായി അത് മാറ്റണം. അതിനായി ചെറിയ ഷോർട്ട് ടൈം കോഴ്സുകൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ധാരാളം UK ഇപ്പോൾ ജിതിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത്തരം ഒരു കോഴ്സിലൂടെ ഈ ഒരു ഇലക്ട്രീഷ്യൻ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര നാളായി നിങ്ങളിവിടെ വന്നിട്ട്? ഞങ്ങളിപ്പോ 2 വർഷം കഴിഞ്ഞു. ഈ ഡിസംബർ ആകുമ്പോൾ ഒരു 3 ഇയർ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ. ഇപ്പോൾ ഈ ലണ്ടനിൽ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഇപ്പോൾ ഈ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് എത്ര സമയമുണ്ട് വീട്ടിലോട്ട്? ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ. അപ്റ്റിൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അവിടെ റെന്റ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് താമസിക്കുന്നത്? ഞങ്ങളിപ്പോ ഒരു 2 BHK. ഞങ്ങൾക്ക് 2 റൂമുണ്ട്. ആ 2 റൂമിൽ ഇപ്പോൾ ഒരു 1700 ആണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബില്ലൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ബില്ല് ഇൻക്ലൂഡ്സ് ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ബില്ലൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് ഇപ്പോൾ ഇതുപോലെ ഏറ്റവും ഹൈ കോസ്റ്റ് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു അരമണിക്കൂറൊക്കെ മാറുവാണെങ്കിൽ 1700 പൗണ്ടിനൊക്കെ നമുക്ക് 2 ബെഡ്റൂം ഫ്ലാറ്റ് ആണല്ലേ? 2 ബെഡ്റൂം ഫ്ലാറ്റ് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അത്രയും വലിയ എക്സ്പെൻസീവ് അല്ല. പലരും പറയാറുണ്ട് 2000 മേലെയാണ്, അതിൽ താഴെ കിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു ചെലവിൽ നമുക്ക് താമസിക്കാം. ഫാമിലിയായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളവർക്കാണെങ്കിലും ഈ ഒരു റെന്റിൽ താമസിക്കാൻ പറ്റുന്ന ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ ഈ സെൻട്രൽ പ്ലേസിൽ നിന്ന് കുറച്ച് മാറിയാൽ മാത്രം മതി. ഇതിനിവിടെ വന്നിട്ട് ഇപ്പോൾ എന്താണ് ശരിക്കും ബാക്ക് ഹോമിൽ എന്താണ് പഠിച്ചത്? ഞാൻ ഇലക്ട്രിക്കലാണ് പഠിച്ചത്. ഞാൻ നാട്ടിലെ ഷിപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഷിപ്പിലെ ഇലക്ട്രിക്കലിന്റെ ബേസിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഇപ്പോൾ വൈഫിനെ ഇങ്ങനെ ലണ്ടനിലേക്ക് മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഫാമിലി ആയിട്ട് മൂവ് ചെയ്തതാണ്. ഒരു മോനും കൂടി ഉണ്ട്. മോനിപ്പോൾ സ്കൂളിൽ പോയേക്കാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും തിരിച്ചെല്ലാവുന്ന രീതി NVQ ലെവൽ 3 എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷിക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയതായിരുന്നു. ഓക്കെ. അപ്പോൾ അതിന്റെ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ എന്ത് പഠിച്ചാലും നമ്മളിവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റിന് യാതൊരു വാല്യൂ ഇല്ല എന്ന് ഇന്നാണ് മനസ്സിലായത്. ഇത്ര നാൾ നമ്മൾ കൊണ്ടു കിടന്നത് നമുക്കൊന്നുമല്ല. ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് ഇംഗ്ലണ്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ 18th എഡിഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലെവൽ 2, ലെവൽ 3, പിന്നെ ഡിപ്ലോമ NVQ ലെവൽ 3 അത് കഴിഞ്ഞാലും മാത്രമേ നമുക്ക് ECS ഗോൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ആ കാർഡിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നാട്ടിൽ നമ്മൾ ഈ ഇലക്ട്രിക് കോഴ്സുകൾ പഠിച്ചിട്ട് ഇവിടെ വലിയ വാല്യൂ ഇല്ല. അതിന് നമ്മൾ ഇവിടെ വന്ന് തന്നെ ചെയ്യേണ്ടി വരും അല്ലേ? നാട്ടിൽ നമ്മൾ പഠിച്ചിട്ട് യാതൊരു വാല്യൂ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ കോളേജിൽ പോയി ഇവിടെ നിന്ന് തന്നെ ചെയ്യണം. ഇവിടെ ECS കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ഇത് ആവശ്യമാണ്. ഇലക്ട്രിക്കലിന്റെ ECS ഗോൾഡ് കാർഡ് ആവശ്യമാണ്. അപ്പൊ നമുക്കത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഇന്നിപ്പോ ഒരു കോളേജിൽ പോയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 18th എഡിഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കോസ്റ്റ് 395 പൗണ്ട്സോളം വരും. അതൊരു 2 days കോഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 ഒരു കോഴ്സാണ്. അത് ഏകദേശം ഒരു 2 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ഡ്യൂറേഷൻ. അതിന്റെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 2695 പൗണ്ട്സ് ആണ്. ഏകദേശം 2,60,000 രൂപകളാണ് നമ്മളിപ്പോ ഈ ഒരു ലെവൽ 2 കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേന് ഈ ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഈ ഒരു കോഴ്സിന് അല്ലേ? അതെ. ഇപ്പൊ ഇവിടെ നമ്മളൊരു ഫുള്ളി ഇലക്ട്രീഷ്യൻ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ശരിക്കും ക്വാളിഫിക്കേഷൻ വേണ്ടത്? ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18th എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ലെവൽ 2, പിന്നെ ലെവൽ 3, പിന്നെ സിറ്റി ആൻഡ് ഗിൽസിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അത് പ്ലസ് NVQ ലെവൽ 3 ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ECS ഗോൾഡ് കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഡ്യൂറേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ, മീൻസ് 18th എഡിഷൻ മുതൽ NVQ ലെവൽ 3 വരെയുള്ള ആ ഒരു കോഴ്സുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ UK ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ട് ഇവിടെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ കോഴ്സിന് ഒരു പല കോളേജുകളും അവരുടേതായിട്ടുള്ള ഒരു ഫീസസ് ആണ് എല്ലാം ഫുള്ളി സപ്പോർട്ടഡും അവർ നമുക്ക് തരുന്നുണ്ട്. പിന്നെ എല്ലാ കോഴ്സിനും അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് നമുക്ക് ഇപ്പൊ പറയുമ്പോൾ 400 പൗണ്ട്സ്. പിന്നെ പ്ലസ് നമുക്ക് അതൊരു 2 days ഒരു കോഴ്സ് ഉള്ളൂ. അത് കഴിഞ്ഞ് ലെവൽ 2ലേക്ക് വരുമ്പോൾ നമുക്ക് 2 to 6 months ആണ് അവർ പറയുന്നത്. അത് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്കൊരു 2 months കംപ്ലീറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 months കംപ്ലീറ്റ് ചെയ്യാം. 1 month ആണെങ്കിൽ 1 month നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ലേൺ ചെയ്യുന്ന ആ ഒരു നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവർ ഇത് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ലെവൽ 3ലേക്ക് വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ 3 months നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റി ഗിൽസിന്റെ കോഴ്സിന് 6 days ആണ് അവർ പറയുന്നത്. 6 days നമുക്കത് പാസ്സാക്കി തരും.
പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ 3 NVQ. അത് 6 to 18 months ആണ് ആ കോഴ്സിന്റെ കംപ്ലീറ്റ് ഡ്യൂറേഷൻ. പക്ഷെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമ്മളുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് 6 monthsൽ കംപ്ലീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 6 monthsൽ തന്നെ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഗോൾഡ് കാർഡ് വരെ എത്തുമ്പോഴേക്കും എത്ര ലെവൽ നമ്മൾ കടന്നു പോകേണ്ടി വരും? 5 ലെവൽ കഴിയുമ്പോൾ തന്നെ നമുക്ക് NVQ ലെവൽ 3 പാസ്സാവാം. അത് കഴിഞ്ഞ ഒരു AM2 എന്ന് പറഞ്ഞൊരു എക്സാമും കൂടി ഉണ്ട്. അത് നമ്മൾ അവരുടെ ഒരു അസസർ വന്നിട്ട് തന്നെ അപ്പൊ ഇത്രയും കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു നമ്മുടെ അടുത്ത് നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ അടുത്തോളം പോകും. പിന്നെ ഏകദേശം ഒരു ഈ ഒരു കോഴ്സ് എടുത്ത് നമ്മളൊരു ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആവണമെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളം ചെലവ് 10 ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരും. ഇത് 10 ലക്ഷം രൂപ ചെലവ് വന്നാൽ തന്നെ എന്റെ അഭിപ്രായത്തിൽ അത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രീഷ്യന് പെർ അവർ ഒരു 30 to 40 pounds വരെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഞാനിപ്പോ ഇലക്ട്രിക്കൽ ലേബറിന്റെ ഒരു കാർഡ് എടുത്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോ തന്നെ 17 to 20 pounds അടുത്ത് തന്നെ പെർ അവർ കിട്ടാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്താ ക്വാളിഫിക്കേഷൻ വേണ്ടത്? അതിനുവേണ്ടി ഇപ്പൊ ഒരു 18th edition പ്ലസ് SPA പാസ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോഴ്സ് ഉണ്ട്. മറ്റേ സേഫ്റ്റിയുടെ ഒരു കോഴ്സാണ്. 18th edition മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഈ സേഫ്റ്റി പാസ്പോർട്ടിന്റെ ഒരു കോഴ്സും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ലേബർ വൈറ്റ് കാർഡ് വിത്ത് ഗ്രീൻ സ്ട്രിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇലക്ട്രിക്കൽ ലേബറിന്റെ ഒരു കാർഡിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ എലിജിബിൾ ആണ്. ഒരു 2 to 3 weeksനുള്ളിൽ നമുക്ക് കാർഡ് കിട്ടും. ആ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ ലേബർ ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക് വർക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ ഗോൾഡ് കാർഡ് നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ ഗോൾഡ് കാർഡ് വേണം. നമുക്ക് ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് എന്തെങ്കിലും സേഫ്റ്റിയുടെ വല്ല ഇഷ്യൂ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺട്രിയിൽ നമുക്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അത് കിട്ടില്ല. ഗോൾഡ് കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് എന്നൊരു സംഭവം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അത് ലീഗലി നമുക്ക് ഇവിടെ നിൽക്കാനും ഭാവിയിലൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് നഴ്സുമാർക്ക് പിൻ നമ്പർ ഉള്ളതുപോലെ തന്നെ ഈ ഒരു ഇലക്ട്രീഷ്യന്റെ കാര്യത്തിലും ഗോൾഡ് കാർഡ് കിട്ടുമ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അപ്പോൾ ഇലക്ട്രിക് വർക്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പലരുടെയും രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ആകുന്ന രീതിയാണുള്ളത്. ഇപ്പൊ നമ്മുടെ വീടൊക്കെ റിന്യൂവേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുക, അതല്ലെങ്കിൽ ഇൻഷുറൻസിനെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല അത് വലിയൊരു ബുദ്ധിമുട്ടുകളിലോട്ടായിരിക്കും നീങ്ങുക. കാരണം ഇപ്പോൾ UK ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ കൗൺസിലിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. ആ സമയത്ത് ഇലക്ട്രീഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ആവശ്യപ്പെടും. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അവരുടെ അടുത്ത്, അല്ലേ? സബ്മിറ്റ് ചെയ്യണം. നമുക്കൊരു സൈൻ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യന് മാത്രമേ അത് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇലക്ട്രിക്കൽ ഇപ്പോൾ വരുന്ന എല്ലാവർക്കും നല്ലൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഞാൻ തന്നെ ഒരു 10-20 വർഷത്തോളം ഇലക്ട്രിക്കൽ ഫീൽഡിൽ തന്നെ നാട്ടിലായാലും ഗൾഫിലായാലും ഷിപ്പിലായാലും വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയും നാളും ചെയ്തത് ഒന്നുമല്ല. ഇവിടുത്തെ UK ക്വാളിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ മാത്രമേ UK വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഷിപ്പിലെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഷിപ്പില് കുഴപ്പമില്ലായിരുന്നു. 4-5 വർഷത്തോളം ഉണ്ടായിരുന്നു ഷിപ്പിലായിട്ട്. പല പല കൺട്രികളായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ വൈഫിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു UK സെറ്റിൽഡ് ആവണമെന്ന്. വൈഫ് കെയറായിട്ട് വർക്ക് ചെയ്യാണ്. വൈഫിന്റെ ആ ഒരു ഇതിൽ ആഗ്രഹം കാരണം ഞാനിവിടെ UK വന്നതാണ്. ഇവിടെ UK വന്നിട്ട് ഹാപ്പിയാണോ ശരിക്കും? നമ്മൾ ഈ മറ്റ് മേഖലകളിൽ ഹയർ പൊസിഷനിലുള്ള ജോലികളൊക്കെ കളഞ്ഞിട്ട് വന്നു. ഇപ്പോൾ UK വന്നതിൽ സന്തോഷമാണോ ശരിക്കും? പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സേവിങ്സ് ഒന്നും അങ്ങനെ ഇപ്പൊ കാര്യമായിട്ട് നടക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് ഫാമിലിയോടൊപ്പം ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം ഒന്നും കിട്ടില്ല. ഒരു 3-2 months ഞാൻ ലീവിന് വീട്ടിൽ പോകുന്നത്. അപ്പൊ എനിക്ക് പേഴ്സണലി നോക്കുമ്പോൾ എനിക്ക് എന്റെ മോന്റെ എഡ്യൂക്കേഷൻ നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ആയാലും അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആണ് UK നമുക്ക് തരുന്നത്. നാട്ടിലേക്കാളും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട് ഇവിടെ. അത്യാവശ്യം ട്രാൻസ്പോർട്ടിങ് ആയാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും UK എന്തുകൊണ്ടും ബെറ്റർ ആണ്. നമുക്കൊരുവിധം രക്ഷപ്പെടാന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ UK തന്നെ നിൽക്കുന്നത്. പല രാജ്യങ്ങളെ അപേക്ഷിച്ച് UK ഇലക്ട്രീഷ്യൻ എന്നുള്ളത് വളരെ ഹൈ പൊസിഷനാണ്. പലപ്പോഴും ഹൈ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന സാധ്യതകളാണ് ഇലക്ട്രീഷ്യൻ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കുള്ളത്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഹയർ ലെവലിലുള്ളവർക്കും നൽകുക. ഇപ്പോൾ ഈ ഒരു ഹയർ ലെവലിലൊക്കെ നമുക്ക് ഇലക്ട്രീഷ്യൻ മേഖലയിൽ ജോലി കിട്ടിയാൽ UK എന്ത് സാലറി കിട്ടും? കൂടിയ സാലറി ഒക്കെ ആണെങ്കിൽ ഒരു 80,000 pounds ഒക്കെ നമുക്ക് പെർ ഇയർ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ത്യൻ രൂപയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 80 ലക്ഷം രൂപ ആനുവൽ സാലറി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന സാധ്യതകളാണ് ഇലക്ട്രീഷ്യൻ മേഖലകളിലുള്ളത്. പ്രധാന കമ്പനികളിലൊക്കെ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്നവർക്ക് സീനിയർ ഇലക്ട്രീഷ്യൻസിന് ഈ ഒരു സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന സാധ്യതകൾ UK നമുക്കിപ്പോ വാനും ടൂൾസും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ്റെനൻസ് ജോബിന് ഇവിടെ ഇറങ്ങാം. മെയിൻ്റെനൻസ് ജോബിന് നമുക്ക് അവർലി അല്ല പറയുന്നത്, ആ ഒരു വർക്ക് അനുസരിച്ച് ചിലർ 500 pounds 250 pounds അങ്ങനെ പെർ ഡേ മേടിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമുക്ക് ആ വർക്ക് ചിലപ്പോൾ ഒരു 2-3 hours ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും അവരൊരു 200 മിനിമം മേടിക്കുന്ന ആൾക്കാരുണ്ട് UK. നല്ല നല്ല കമ്പനികളിലൊക്കെ നല്ല ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 30,000 pounds മേളിൽ എന്തായാലും കിട്ടും നല്ലൊരു ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ ഇത്രയും നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് അപ്പോൾ എല്ലാവിധ ആശംസകളും.